ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത സദ്യ സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ടിപ്സൊക്കെ ഞാനിവിടെ പറയുന്നുണ്ട്. അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 250 ml കപ്പിനകത്ത് 1 കപ്പ് തുവരപ്പരിപ്പാണ് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ തുവരപ്പരിപ്പ് തന്നെ എടുക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാനിതിവിടെ 3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പരിപ്പെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അതേ ഗ്ലാസ്സിൽ തന്നെ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരിപ്പ് വേവുമ്പോൾ അത് ഒരുപാട് പൊങ്ങി വരത്തില്ല. അതായത് വിസിൽ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വെള്ളം കൂടെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 4 വെളുത്തുള്ളിയാണ്. അതൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പരിപ്പിൻ്റെ ഗ്യാസ് എല്ലാം നല്ലപോലെ കുറയും. ഇനി വേണ്ടത് 2 പച്ചമുളകാണ്. അധികം എരിവില്ലാത്ത 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് സവാളയാണ്. 1 സവാള ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് നമ്മൾക്ക് വേവിക്കാം. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചു വെക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിൻ്റെ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മറ്റുള്ള ചേരുവകൾ പെട്ടെന്ന് തന്നെ ശരിയാക്കാം. അതിനായിട്ട് ഇതേപോലത്തെ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്കിത് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇതിനി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയാണ്. ഞാനിവിടെ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്തേക്ക് വേണ്ട തേങ്ങയാണ് എടുക്കുന്നത്. 1.5 കപ്പ് തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് സാമ്പാർ പൊടി തീരെ യൂസ് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും 2 തണ്ട് കറിവേപ്പിലയാണ്. ഇത് നമ്മൾക്ക് താളിക്കാൻ കൂടെ ആവശ്യമുണ്ട്. അതുമാത്രമല്ല കുറച്ച് നമ്മൾ ഈ തേങ്ങ വറക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മൾ ഇതിനകത്ത് സാമ്പാർ പൊടി ഇടാത്തത് കൊണ്ട് തന്നെ കായം നമ്മൾക്ക് വറുത്തെടുക്കണം. കായം ഇതിൻ്റെ മെയിൻ ചേരുവയാണ്. അതിനായിട്ട് ഇതേപോലത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ 3 ചെറിയ കഷ്ണം കായം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ഇത് വീർത്ത് വരാൻ തുടങ്ങും. ഇത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ആദ്യം ഉണ്ടാവുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഹാർഡായി തുടങ്ങും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നമ്മൾ സാമ്പാറിൽ കായപ്പൊടി ഇടുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് കായം ഇതേപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഇതിവിടെ സ്പൂൺ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് ഹാർഡായിട്ട് വരും. പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ നമ്മളുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും. ഇപ്പോൾ കായം വറുത്തത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ചും കൂടെ ചേരുവകൾ നമ്മൾക്കിട്ട് വറുത്തെടുക്കാനുണ്ട്. തീ നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ആദ്യം ഇട്ട് കൊടുക്കുന്നത് മല്ലിയാണ്. മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് കളറ് പെട്ടെന്ന് തന്നെ മാറും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്തൊക്കെ തീ നല്ലപോലെ കുറച്ച് വെച്ചിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളകാണ്. പിന്നെ വേണ്ടത് എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളകാണ്. ഞാനിവിടെ 12 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഈ ഉണക്കമുളകിന് നല്ല കളറുണ്ടായിരിക്കും, അതേസമയം ഒരുപാട് എരിവുണ്ടായിരിക്കത്തില്ല. ചില ടൈപ്പ് ഉണക്കമുളകിന് നല്ല എരിവുണ്ടായിരിക്കും, അതേസമയം ഒരുപാട് കളറുണ്ടായിരിക്കത്തില്ല. അങ്ങനത്തെ ഉണക്കമുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 6 സാധാരണ ഉണക്കമുളകും 6 കാശ്മീരി ഉണക്കമുളകും കൂടി എടുക്കാം. അപ്പോൾ സാമ്പാറിന് നല്ല കളറുണ്ടായിരിക്കും. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ ഇട്ട് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കുക. മുളകെല്ലാം ഇതേപോലെ വീർത്ത് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കണം. തേങ്ങ ചിരവിയത് തീ കൂട്ടി വെച്ച് വറുത്തെടുക്കരുത്. തേങ്ങ ചെറിയ തീയിൽ ഇട്ട് വറുത്തെടുക്കുന്നതാണ് ഈ സാമ്പാറിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് 4 ചെറിയ ഉള്ളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ചെറിയ തീയിൽ തന്നെ ഇട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പെട്ടെന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെക്കരുത്. ഈ സാമ്പാറിനകത്ത് നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലിയും മുളകും ഒക്കെ തന്നെ ഇടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിന് പകരം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സദ്യ സാമ്പാറിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ അതിവിടെ കുറച്ച് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ തീയിൽ തന്നെ ഇട്ട് വറുത്തെടുക്കാം. സാധാരണ സാമ്പാർ പൊടിക്ക് എടുക്കുന്ന പോലെ ഉഴുന്ന് പരിപ്പോ കടലപ്പരിപ്പോ ഒന്നും ഇതിനകത്ത് എടുക്കേണ്ട ആവശ്യമില്ല.
കാരണം തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന സാമ്പാറിന് നല്ല കൊഴുപ്പുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ള പരിപ്പുകളൊന്നും ഇനി ചേർക്കണ്ട. ഇപ്പോൾ ഇതാ തേങ്ങ ഇവിടെ ചെറിയ തീയിലിട്ട് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആദ്യമേ ഇട്ട് കൊടുക്കരുത്, കാരണം ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ കളർ കാരണം തേങ്ങ മുരിഞ്ഞത് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. ഇനി ഇത് 1 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ തന്നെ. അപ്പോഴത്തേക്കും കറക്റ്റ് പാകമായിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കായവും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ചൂടാക്കിയതിന് ശേഷം നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇതേ ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം റെഡിയാക്കാം. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കഷ്ണങ്ങൾ വേണമെങ്കിൽ എടുക്കാം. ഞാനിവിടെ ഒരു വഴുതനങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങയ്ക്ക് കുറച്ച് കറയുണ്ടായിരിക്കും, അത് പോകാനായിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പച്ചക്കായയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിനും കുറച്ച് കറയുണ്ട്. പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കളറ് പെട്ടെന്ന് തന്നെ മാറും. ബാക്കി വെജിറ്റബിൾസ് എല്ലാം ഏകദേശം 1 കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മത്തങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കോവയ്ക്ക, ബീൻസ്, കുമ്പളങ്ങ, ചേന, ഇത്രയും വെജിറ്റബിൾസാണ് ആദ്യം എടുത്തിരിക്കുന്നത്. ഇതരിഞ്ഞതിന് ശേഷം ഓരോ കപ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി ഇതേപോലെ കുറച്ച് വലുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് മുരിങ്ങക്കായും വെണ്ടക്കായും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എണ്ണയിൽ വഴറ്റിയതിന് ശേഷമാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പരിപ്പ് വേവിക്കാൻ വെച്ചത് 2 വിസിൽ വന്നതിന് ശേഷം അവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പം സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമ്മൾക്കിനി കുക്കർ തുറന്ന് നോക്കാം. പരിപ്പെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി അരിഞ്ഞത് പകുതി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പകുതി ഇട്ട് കൊടുക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ മുഴുവൻ ഇട്ട് കൊടുക്കാം. മത്തങ്ങ അരിഞ്ഞത് 1 കപ്പ്, കുറച്ച് ബീൻസ് അരിഞ്ഞത്, പിന്നെ കുമ്പളങ്ങ അരിഞ്ഞത് 1 കപ്പ്, ചേന അരിഞ്ഞത് 1 കപ്പ്, 2 കോവയ്ക്ക അരിഞ്ഞത്, പിന്നെ ഒരു പകുതി ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞത്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ വഴുതനങ്ങ അരിഞ്ഞത്, പിന്നെ പച്ചക്കായയുടെ പകുതി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത വെജിറ്റബിൾസ് എല്ലാം മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് വേണ്ടി വരും. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പിട്ടിട്ടില്ല. വീണ്ടും എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കിനി കുക്കർ അടയ്ക്കാം. കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ മാത്രം വേവിക്കുക. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വറുത്തിട്ട് ചൂടാറാൻ വെച്ചിട്ടുള്ള തേങ്ങയെല്ലാം നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. അത് ഈ സമയത്ത് നമ്മൾക്ക് മിക്സിയുടെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളം ഒഴിക്കാതെ ആദ്യമേ തന്നെ ഇതേപോലെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഇതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതും സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതേപോലെ വീണ്ടും ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മുരിങ്ങയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മുരിങ്ങയ്ക്കയാണ്, അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ഇടാതിരുന്നത്. കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വെന്തുടഞ്ഞു പോകും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ വെണ്ടയ്ക്ക അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് ഒരുപാട് വെന്തുടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ വെണ്ടയ്ക്കയുടെ ഉള്ളിലത്തെ വഴുവഴുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ ഇതാ ഇതോടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കുക്കർ ഞാനവിടെ 1 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്റ്റീമെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. നമ്മൾക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. എല്ലാ വെജിറ്റബിൾസും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ച വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ അരപ്പും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് പരിപ്പിന് വേണ്ട അരപ്പാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ പുളിവെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടില്ല. ഞാനിവിടെ മിക്സിയിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. 3-4 മിനിറ്റ് ഇത് തിളപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുത്ത മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള മുരിങ്ങയ്ക്ക വേവ് കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. പുളിവെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് പുളി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താൽ മതി. പുളി ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ നമ്മൾക്ക് ഉപ്പ് നോക്കേണ്ടി വരും. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ്. 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഈ സമയത്തൊക്കെ സാമ്പാറിൻ്റെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. നമ്മളിതിനകത്ത് സാമ്പാർ പൊടി തീരെ ഇട്ടിട്ടില്ല എങ്കിൽ പോലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാമ്പാറാണിത്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മല്ലിയിലയാണ്. ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു ടിപ്പാണ്. 1 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓർഗാനിക് ശർക്കരയാണ്. അതുകൊണ്ട് ഇതിനകത്ത് കല്ലും മണ്ണൊന്നും തീരെ ഉണ്ടായിരിക്കത്തില്ല. ഇനി സാധാരണ ശർക്കരയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര നീര് ഒഴിച്ചു കൊടുത്താലും മതി. ഇതെന്തായാലും സ്കിപ്പ് ചെയ്യരുത്. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് സദ്യ സാമ്പാറിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിനകത്തേക്ക് താളിച്ചിടാനുള്ളത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതിൽ നമ്മൾ 1-2 ചേരുവകൾ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ജീരകമാണ്. 1 ടീസ്പൂൺ ജീരകം കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഉണക്കമുളക് 3-4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതായത് ഇവിടെ എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരെ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. താളിച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കുക്കറൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് സമയമായിട്ടുണ്ട്. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. സാമ്പാർ പൊടി ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമ്മൾ തയ്യാറാക്കി. ഇതിന് മുന്നേ ഞാൻ സാമ്പാർ പൊടി തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം. വേറെയും സാമ്പാറിൻ്റെ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മളുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്